മൂപ്പര് പറയുന്നുണ്ട്, അവരെ ഈ മുജാഹിദീങ്ങളെ അവരെ ഈ വളർച്ചയും വിജയൊക്കെ മൂപ്പര് പറയാ, സുബ്ഹാനല്ലാഹ്, ക്രിസ്ത്യാനികൾ അതിനേക്കാളും വളരുന്നുണ്ട്, യുക്തിവാദികൾ അതിനേക്കാളും സ്ഥാനത്ത് വളരുന്നുണ്ട്, കാദിയാനിയപ്പുറം വളരുന്നുണ്ട്, കള്ളത്തിരിക്കത്താരം വളരുന്നുണ്ട്, ഖിയാമത്ത് അല്ലാഹുവിനെ അറിയില്ലാതിരിക്കും. അതിരിക്കട്ടെ. അപ്പൊ മൂപ്പര് പറയാണ്, എന്തോ ഞങ്ങളെ ഈ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഹക്ക് ഉള്ളത് കൊണ്ടാണ്. മൗലവി മുമ്പ് കാലത്ത് യുക്തിവാദികൾ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളെ പേരുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ അവര് വളരുന്നുണ്ടല്ലോ. പിന്നെ നിരീശ്വരവാദികൾ വളരുന്നുണ്ടല്ലോ. അമേരിക്ക എല്ലാത്തിന്റെയും മേലെ കൈ മറിയുന്നുണ്ടല്ലോ. അപ്പൊ ഹക്കുള്ളത് കൊണ്ടായിരിക്കും അല്ലേ? നല്ല കണ്ടുപിടുത്തട്ടോ മൗലവിന്റെ ഓരോരോ ജിത്തിഹാദല്ലേ. ഇവരുടെ ഹക്കുള്ളത് കൊണ്ടാണ്. അന്ന് കേട്ടോളി, അവരുടെ ഉഷാറൊക്കെ ഹക്കുള്ളത് കൊണ്ടാണ്. ഇതിന്റെ ഗുണവുമല്ല, ഞങ്ങളുടെ സൗണ്ടിന്റെയോ ശൈലിയുടെയോ ഗുണവുമല്ല, ഞങ്ങളുടെ കയ്യിൽ റബ്ബ് പഠിപ്പിച്ച ഒരു ഹക്കുണ്ടല്ലോ. ആ യഥാർത്ഥമായ ഹക്കിന്റെ പവർ ഞങ്ങളുടെ കൈകളിലുണ്ട്. ആ ഹക്ക്, ആ സത്യത്തിന്റെ ശക്തി ഞങ്ങളിലുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ ബോധ്യമായില്ലേ സുഹൃത്തുക്കളെ? ഒക്കെ ബോധ്യമായില്ലേ? ഇവരുടെ ഹക്ക് കയ്യിലുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതെന്താന്ന് പറയും, മലയാള മനോരമ 2000 ജൂലൈ 22 ഞായർ. ഇതൊന്നും നിങ്ങൾ നോക്കണം. മനോരമ പുറത്തിറക്കുന്നേ ഇല്ല. നിങ്ങൾ കണ്ടോ ചങ്ങാതിനെ? ഇതാരെന്നറിയോ? ഉമർ മൗലവിന്റെ മോനാ. ഉമർ മൗലവിന്റെ മോൻ ബഷീർ മാഷായി. എന്താ സാധനോ, എന്താ അതിന്റെ കോലോ? ഉമർ മൗലവിന്റെ മോനാ. മോനെ മൗലവി ഓന്റെ താടിയെ കുറ്റം പറഞ്ഞാൽ നിന്ന് പറയും. എന്താ സാധനമെന്ന് പഠിച്ചിട്ട് മൗലവി പറ അടുത്ത വരവിന്. ഉമർ മൗലവിന്റെ മോൻ ബഷീർ മാഷായി. എന്താ സാധനമെന്ന് നോക്കിയിട്ടൊന്ന് പറ. ഹക്കുള്ളതുകൊണ്ടായിരിക്കും വളരുന്നുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്, താടി ഇറക്കം വളരുന്നുണ്ട്. അത് ഒന്ന് കണ്ടിട്ട് മൗലവി അടുത്ത വരവിന് പറ. ഞാനിപ്പോ എന്നൊന്നും കിടക്കുന്നില്ല, ഹക്കുള്ളതുകൊണ്ടായിരിക്കും.